റഷ്യയുടെ സമ്പൂർണ്ണ അധിനിവേശം 4 വർഷത്തോളമായി തുടരുമ്പോൾ യുക്രൈനിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. സൈനിക നിയമം നിലനിൽക്കുന്നതിനാൽ നിയമപരമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ലെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും മറ്റും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പാശ്ചാത്യ പങ്കാളികളുടെ സുരക്ഷാ സഹായം ലഭിക്കുകയാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ളവർ യുക്രൈൻ മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുകയാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ യുദ്ധകാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമപരവും പ്രായോഗികപരവുമായ നിരവധി വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യുക്രൈനിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആരായിരിക്കും വിജയിക്കുക? നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ജനവിശ്വാസം, പ്രധാന സ്ഥാനാർത്ഥികളുടെ ജനപ്രീതി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ ചോദ്യം വിശകലനം ചെയ്യേണ്ടതുണ്ട്. 2019 73% വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെയാണ് വ്ളാഡിമിർ സെലൻസ്കി യുക്രൈനിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ഏകദേശം 80% യുക്രൈനിയക്കാർക്കും അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ റഷ്യൻ അധിനിവേശത്തിന് തൊട്ടു മുമ്പ്, അതായത് 2022 ഫെബ്രുവരി ആയപ്പോഴേക്കും ഈ വിശ്വാസ്യത 37% കുറഞ്ഞു. യുദ്ധം തുടങ്ങിയതോടെ കഥ മാറിമറിഞ്ഞു. റഷ്യൻ ആക്രമണം ആരംഭിച്ച ഉടൻ തന്നെ സെലൻസ്കിക്കുള്ള ജനപിന്തുണ റെക്കോർഡ് ഭേദിച്ച് 90% ഉയർന്നു. ഏകദേശം 4 വർഷങ്ങൾക്കിപ്പുറം ഈ പിന്തുണയിൽ അല്പം കുറവ് വന്നിട്ടുണ്ട്. കേവ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി നടത്തിയ സർവേ പ്രകാരം 60% യുക്രൈനികൾ ഇപ്പോഴും സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഭീകരമായ സമ്മർദ്ദങ്ങൾക്കിടയിലും പ്രസിഡന്റ് രാജ്യത്തോട് ചേർന്ന് നിന്ന് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയതിൻ്റെ ഫലമാണ് ഈ നിലവിലുള്ള ഉയർന്ന ജനപിന്തുണ. ഒരു രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നേതാവ് പ്രകടിപ്പിക്കുന്ന നിശ്ചയദാർഢ്യം ജനങ്ങളുടെ വിശ്വാസം എത്രത്തോളം വർദ്ധിപ്പിക്കും എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് സെലൻസ്കിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പുതിയ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആർക്കൊക്കെയാണ് സാധ്യതയെന്ന് പരിശോധിക്കുമ്പോൾ സെലൻസ്കിക്ക് ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഇൻഫോ നാപ്പിയൻസ് എന്ന സ്ഥാപനം നടത്തിയ ഏറ്റവും പുതിയ സർവേ പ്രകാരം 20.3% യുക്രൈനിയക്കാർ സെലൻസ്കിക്ക് വോട്ട് ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത്. 2019 73% എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് വലിയ മാറ്റമാണെങ്കിലും ഇപ്പോഴും ഏറ്റവും ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥി സെലൻസ്കി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ സായുധ സേനയുടെ മുൻ കമാൻഡർ ഇൻ ചീഫായിരുന്ന ജനറൽ വലേരി സലൂഷ്നിയാണ്. യുക്രൈനിൻ്റെ പ്രതിരോധത്തിൽ, പ്രത്യേകിച്ച് 2022 കീവ് യുദ്ധത്തിലും തുടർന്നുള്ള പ്രത്യാക്രമണങ്ങളിലും സലൂഷ്നി വഹിച്ച പങ്ക് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ മികച്ച പ്രതിച്ഛായ നേടിക്കൊടുത്തു. ഇൻഫോ നാപ്പിയൻസിൻ്റെ പോൾ അനുസരിച്ച് സലൂഷ്നിക്ക് ഏകദേശം 19% പിന്തുണയുണ്ട്. ഇത് സെലൻസ്കിയുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കണക്കാണ്. നിലവിൽ യുകെയിലെ യുക്രൈൻ അംബാസഡറായ സലൂഷ്നി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ശക്തമായി നിലനിൽക്കുന്നു. 3-ാം സ്ഥാനത്ത് 5% പിന്തുണയോടെ യുക്രൈൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവി കിറിലോ ബുദാനോവ് ആണുള്ളത്. ബുദാനോവിന് രാഷ്ട്രീയ മോഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉയർന്ന ജനപ്രീതി യുക്രൈനിയൻ വോട്ടർമാർ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനും സൈനിക തന്ത്രങ്ങൾക്കും നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, തെരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലെ പ്രസിഡന്റും യുദ്ധനായക സ്ഥാനത്തുണ്ടായിരുന്ന മുൻ ജനറലും തമ്മിലായിരിക്കും പ്രധാന മത്സരം നടക്കുക. യുക്രൈനിൻ്റെ നിലവിലെ നിയമമനുസരിച്ച് സൈനിക നിയമം നിലനിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമല്ല. ഈ നിയമം ഭേദഗതി ചെയ്യാൻ സെലൻസ്കി നിയമനിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമപരമായ പരിഹാരം കണ്ടെത്തുക എന്നത് ലളിതമായ ഒരു കാര്യമല്ല. കൂടാതെ പ്രായോഗികമായ നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നുമുണ്ട്. റഷ്യൻ ഷെല്ലാക്രമണങ്ങളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും ഭീഷണികൾക്കിടയിൽ സുരക്ഷിതമായി വോട്ടെടുപ്പ് നടത്തുക എന്നത് അത്യധികം ദുഷ്കരമാണ്. വിദേശ പങ്കാളികളുടെ സുരക്ഷാ സഹായം സെലൻസ്കി ആവശ്യപ്പെട്ടതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ദശലക്ഷക്കണക്കിന് യുക്രൈനിയക്കാർ രാജ്യത്തിനകത്തും പുറത്തും പലായനം ചെയ്തിട്ടുണ്ട്. പട്ടാളക്കാർ മുന്നണിയിൽ നിന്ന് വോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ വലിയ ജനവിഭാഗങ്ങൾക്ക് വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കാതെ വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തേക്കാം. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾക്ക് രാജ്യത്ത് തുല്യമായും സുരക്ഷിതമായും പ്രചാരണം നടത്താൻ സാധിക്കുകയില്ല. ഇത് ജനാധിപത്യപരമായ മത്സരത്തിന് തടസ്സമാകും. ഈ വെല്ലുവിളികൾ നിലനിൽക്കുന്നതിനാൽ സൈനിക നിയമം അവസാനിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തെയും ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോഴും യുക്രൈനിയൻ ജനതയുടെ നിലപാട് വ്യക്തമാണ്. കേവ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി നടത്തിയ ഏറ്റവും പുതിയ സർവേ പ്രകാരം യുക്രൈനിയക്കാർ ബഹുഭൂരിപക്ഷവും യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ അനുകൂലിക്കുന്നില്ല. സൈനിക അധിനിവേശത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് 12% പേർ മാത്രമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കുകയും ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് 22% പേർ പിന്തുണയ്ക്കുന്നു.
ഏകദേശം 63% യുക്രൈനിയക്കാർ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് യുദ്ധം പൂർണ്ണമായി അവസാനിച്ച ശേഷം മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയും നിലനിൽപ്പുമാണ് യുക്രൈനിയൻ ജനതയ്ക്ക് ജനാധിപത്യ പ്രക്രിയയേക്കാൾ പ്രധാനമെന്നാണ്. യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് തടസ്സമാകുമെന്നും വിദേശ ശക്തികൾക്ക് ഇടപെടാനുള്ള അവസരം നൽകുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു. യുക്രൈനിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ വിജയിക്കാനാണ് സാധ്യത. എന്നാൽ മുൻ ജനറൽ വലേറി സലൂഷ്നിയുടെ ഉയർന്ന ജനപിന്തുണ സൈനിക നേതൃത്വത്തിലുള്ള ജനങ്ങളുടെ ആദരവിനെയും പ്രതിരോധത്തിലെ അവരുടെ വിജയത്തിലുള്ള വിശ്വാസത്തെയും അടിവരയിടുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടത്തണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഉക്രൈൻ ജനതയുടെ വ്യക്തമായ അഭിപ്രായമാണ്. യുദ്ധം അവസാനിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ നിലപാട് രാജ്യത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിൽ നിർണായകമാണ്. സെലൻസ്കി തന്നെ പ്രസ്താവിച്ചതുപോലെ, റഷ്യക്കാരുമായുള്ള യുദ്ധം അവസാനിച്ചാൽ ഞാൻ രണ്ടാമതും മത്സരിക്കാൻ തയ്യാറല്ല. കാരണം അതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്. ഈ കാഴ്ചപ്പാട് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾക്കിടയിലും യുക്രൈൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ശക്തമായ ഒരു സന്ദേശം നൽകുന്നു.